നമസ്കാരം. അഗോരേഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു 2026 വിഷു ഫലം, അതായത് വിഷു ഫലത്തിൽ വരുന്നത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന മകീരത്തിൻ്റെ അര, തിരുവാതിര, പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാർക്ക് സന്തോഷമായിട്ട് പറയാനുള്ളത്, ഈ മിഥുനക്കൂറുകാർക്ക് ഈ വിഷു മുതൽ അങ്ങോട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക. വളരെ ഒരു ഭാഗ്യം നിറഞ്ഞ വർഷമായിരിക്കും മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം സംഭവിക്കാൻ പോകുന്നത്. അതിൽ വരുന്ന മകീരത്തിന്റെ അരഭാഗ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളുടെ ഒരു കൊട്ടിഘോഷങ്ങളുടെ കാലമായിരിക്കും. ഭാഗ്യപ്പെരുമുഴ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ ഇടവരുന്നു. അതുപോലെ തന്നെയാണ് പുണർദ നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷു സമ്മാനിക്കുന്നത് ഇവരുടെ മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുണർദ നക്ഷത്രക്കാർക്ക് അത് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക മേന്മയുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും വിഷുക്കാലം മുതൽ അങ്ങോട്ട് മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും വരുന്നത്. അതായത് ഇവരുടെ ജീവിതം സൗഭാഗ്യങ്ങളായിരിക്കും, സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു തന്നെയായിരിക്കും ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ പലതരത്തിലും വിദ്യാഭ്യാസ മുടക്കങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാനും വിദേശ ഉപരിപഠനത്തിനും ഈ 3 നക്ഷത്രക്കാർക്കും സാധിക്കുന്ന ഒരു സമയമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷുക്കാലം മിഥുനക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയായിരിക്കും. എന്തായാലും മിഥുനക്കൂറിൽ വരുന്ന മകീരത്തിന്റെ അര, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന സന്തോഷിക്കാനുള്ള സമയമായിരിക്കും വിഷു സമ്മാനിക്കുന്നത്. കാരണം എല്ലാ പ്രവർത്തികളും ഇവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. സന്തോഷവും സമാധാനവും ഇവർക്ക് അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു മേന്മയുണ്ടാകുന്ന വർഷമാകും. എല്ലാ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.